ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കോഴിക്കോട്ട് അലൻ താഹ എന്ന് പറഞ്ഞ രണ്ട് ചെറുപ്പക്കാരെ കേരള പോലീസ് എന്തോ കള്ളക്കേസിൽ കുടുക്കി അവരെ മാവോയിസ്റ്റുകളാക്കി മുദ്രയടിച്ച് UAPA ചുമത്തിയപ്പോൾ ഇവിടെ എന്തൊക്കെ പുകിലായിരുന്നു, പൂക്കാറായിരുന്നു, ഇൻകിലാബായിരുന്നു നടന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഞാൻ വിചാരിക്കും. കോഴിക്കോട്ട് ഇടതുപക്ഷ പാരമ്പര്യമുള്ള ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകരുമായും അടുത്ത് ബന്ധമുള്ള രണ്ട് ചെറുപ്പക്കാരാണ് അലനും താഹയും. ഇവർ മാവോയിസ്റ്റ് സാഹിത്യം വീട്ടിൽ വാങ്ങി സൂക്ഷിക്കൂ, സഖാവ് ലിയോൺ ട്രോട്സ്കിയുടെ ഏതോ പുസ്തകം വായിക്കൂ, അതിനെക്കുറിച്ച് സ്വപ്നം കാണുകയോ അതോ ചെഗുവേരയുമായി ബന്ധപ്പെട്ട രീതിയിൽ എന്തോ ധൂമപാനം നടത്തുകയോ ചെയ്തത്. പക്ഷേ കേരള പോലീസ് ഇവരെ ഭീകരമായിട്ട് തെറ്റിദ്ധരിച്ചു, മാവോയിസ്റ്റുകളാണ്, അർബൻ നക്സലുകളാണ് എന്നൊക്കെ മുദ്രയടിച്ച് രണ്ടുപേരെയും ഊപ്പ ചുമത്തി ജയിലിലടച്ചു. കുറച്ചധികം കാലം ഇവർ ജയിലിൽ കിടക്കേണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരന് സർക്കാർ കരിഞ്ഞ് ജാമ്യം കൊടുത്തു. മറ്റവൻ പിന്നെയും വളരെ കാലം കിടക്കേണ്ടി വന്നു. കോടതി ഉത്തരവ് കിട്ടുന്നവരെ ഇയാൾ ഊപ്പ ചുമത്തപ്പെട്ട് ജയിലിൽ കഴിയേണ്ടി വന്നു. അന്ന് ഇവിടെ മനുഷ്യാവകാശ പ്രവർത്തകരും ജമാഅത്ത് ഇസ്ലാമിക്കാരും പോപ്പുലർ ഫ്രണ്ടുകാരും അതുപോലെ അത്യുഗ്ര കമ്മ്യൂണിസ്റ്റുകളും ഇടതുപക്ഷത്ത് തന്നെയുള്ള CPI അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ഈ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് വാചാടോപം നടത്തി, വായിട്ടളിച്ചു, വാഗൊണ്ടും മന്ദളം കുട്ടി. ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മലപ്പുറം സ്വദേശിയായ മലപ്പുറം ഐക്കരപ്പടി സ്വദേശിയായ ഒരു ചെറുപ്പക്കാരനെ കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിച്ച വഴി പിടിക്കാത്ത വഴി അവൻ്റെ പേരിൽ ഊപ്പ ചുമത്തി. ഈ ഊപ്പ എന്ന് വെച്ചാൽ ഭീകരമായ സാധനമാണ്, UAPA എന്ന് പറയും. അത് പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ പിന്നെ ജാമ്യം കിട്ടുകയില്ല, ജാമ്യമേ കിട്ടുകയില്ല. പിന്നെ വളരെ കാലം ഇങ്ങനെ കമ്പി പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കാം. ഈ ഡൽഹിയിൽ ഷർജിൽ ഇമാം അതുപോലെ ഉമർ ഖാലിദ് എന്നൊക്കെ പറഞ്ഞ ചില ഇതുപോലെയുള്ള ചെറുപ്പക്കാർ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാവർക്കും ജാമ്യം കൊടുത്തു. ഏറ്റവും ഒടുവിൽ 5 പേർക്ക് ജാമ്യം കൊടുത്തു. അപ്പോഴും ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും കൊടുത്തില്ല. അവരെ പറ്റി പറയുന്നത് ഇവരുടെ പേരിലുള്ള ആരോപണം എന്ന് വെച്ചാൽ ഡൽഹി കലാപത്തിന് പ്രേരണ നൽകിയത് ഇവരാണ്. ഇവരുടെ പ്രസംഗം കേട്ട് പ്രകോപിതരായിട്ടാണ് ഡൽഹിയിൽ ജനക്കൂട്ടം പോലീസിനെയും അതുപോലെ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകളെ ആക്രമിച്ചത് എന്നാണ്. അങ്ങനെയല്ല, ഇവർ യഥാർത്ഥത്തിൽ നിഷ്കളങ്കരാണ്, സാധുക്കളാണ്, മനുഷ്യാവകാശ പ്രവർത്തകരാണ്, പോരാളികളാണെന്നൊക്കെ നമ്മുടെ മീഡിയ വഴി ചാനലും മാധ്യമവും പത്രവും അവരുടെ മറ്റ് ജിഹ്വകളുമൊക്കെ ദൈനംദിന അടിസ്ഥാനത്തിൽ പാടിക്കൊണ്ട് നടക്കുന്നുണ്ട്. മാത്രമല്ല, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഒരു ഹിതപരിശോധന നടത്തി കഴിഞ്ഞാൽ ഏതാണ്ട് 90% ആളുകളും ഇവരെ പിന്തുണയ്ക്കുന്നവരാണ്. ഇവരുടെ കൂട്ടാളികളായിരുന്നു ഇപ്പോൾ കോൺഗ്രസ് നേതാവായിരിക്കുന്ന കന്നയ്യകുമാറും മറ്റുമൊക്കെ. ഇവരുടെ കൂടെ നടന്ന ചിലർ പിന്നീട് BJPയിലൊക്കെ ചേർന്നു. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഓരോരുത്തരും പച്ചയായ മേച്ചിൽ പുറങ്ങൾ കാണുമ്പോൾ എന്താണ് ദേശാടനക്കിളികളെ പോലെ പറന്നു പോകും. അങ്ങനെ പറന്നു പോയവരാണ്. ഏതായാലും ഷർജിൽ ഇമാമിനും ഉമർ ഖാലിദിനും ഒരു മനസ്സുമാറ്റവും. അവർ ഇന്ത്യയെ തുക്കടെ ആക്കാനായിട്ട് ഇപ്പോഴും ജയിലിൽ കിടന്ന് പ്ലാനിടുകയാണ്. പക്ഷേ ഈ ചെറുപ്പക്കാരൻ സനൂഷിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇവരങ്ങനെ വലിയ ട്രാക്ക് റെക്കോർഡൊന്നുമുള്ളവരല്ല. പുള്ളി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുമില്ല, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടില്ല. ഇവിടെ നിന്ന് എന്തോ കൈത്തൊഴിൽ പഠിച്ച് സൗദി അറേബ്യയ്ക്ക് പോയതാണ്. അവിടെ വച്ച് ഈ പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ചു. അഥവാ പെഹൽഗാമിൽ ചില ടൂറിസ്റ്റുകളെ വെടിവെച്ചു കൊന്നു എന്ന വാർത്ത കേട്ടപ്പോൾ ചെറുപ്പക്കാരൻ പ്രകോപിതരായി. പുള്ളിക്ക് വലിയ സന്തോഷം തോന്നി. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഈ മാധ്യമ പത്രത്തിലും അതുപോലെ ഇവരുടെ ചില പ്രസിദ്ധീകരണങ്ങളൊക്കെ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്നത് കാശ്മീർ എന്ന് പറഞ്ഞ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെ ഈ കാഫറുകളുടെ രാജ്യമായ ഇന്ത്യക്കാർ ബലാത്കാരമായി പിടിച്ചു വെച്ച് അവിടെയുള്ള ആളുകളെ പല വിധത്തിലും പീഡിപ്പിക്കുകയാണ്, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയാണ്, പട്ടാളക്കാരുടെ പല വിധത്തിലുള്ള അക്രമങ്ങൾ അവിടെ നടക്കുകയാണ്. അതിഭയങ്കരമായ മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നത്. കാശ്മീരിൽ മുസ്ലിമുകൾക്ക് യാതൊരു രക്ഷയില്ല. കാശ്മീരികളുടെ വാക്കിനൊരു വിലയുമില്ല. കാശ്മീരിലുള്ളവരും പാകിസ്ഥാനിൽ ലയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ ആസാദ് കാശ്മീർ സ്വപ്നം കാണുന്നവരാണ്. അങ്ങനെയുള്ള പാവപ്പെട്ട കാശ്മീരിലെ മുസ്ലിം സഹോദരന്മാരെ ഇവിടെയുള്ള ഹിന്ദുക്കളായ കാഫറുകൾ ഇന്ത്യ ഗവൺമെൻറ് അടിച്ചമർത്തി ഇടിച്ച് ചതച്ച് ചമ്മന്തിയാക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒക്ടോബർ 23 ഹമാസ് നടത്തിയ പോലത്തെ ഒരു ചെറുത്തുനിൽപ്പാണ് പഹൽഗാമിൽ നടന്നതെന്നാണ് ഈ ചെറുപ്പക്കാരൻ വിചാരിച്ചത്. അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് പേര് വേറെ ഉണ്ട് കേട്ടോ. പഹൽഗാമിൽ ആക്രമണം നടത്തിയപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ മീഡിയ വൺ അടക്കമുള്ള ചാനലുകാരൊക്കെ പറഞ്ഞത് എന്താണ്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റി ലാപ്സ് കൊണ്ടാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നാണ്. ഈ സെക്യൂരിറ്റി ലാപ്സിനെ പറ്റി സ്ഥിരമായിട്ട് പറയുന്ന ആൾക്കാരെല്ലാവരും തന്നെ തീവ്രവാദ ആക്രമണത്തെ പ്രത്യക്ഷമായിട്ട് പരോക്ഷമായിട്ട് പിന്തുണയ്ക്കുന്നവരാണ്. തീവ്രവാദികൾ ആക്രമണം നടത്തിയെന്നുള്ളതാണല്ലോ
കൂടുതൽ ഗൗരവമുള്ള കാര്യമല്ല. സെക്യൂരിറ്റിയിൽ വീഴ്ച ഒന്നും എന്നുള്ളതല്ല. സെക്യൂരിറ്റി വീഴ്ച ചെറുതായിട്ടല്ല പറയാം. സെക്യൂരിറ്റി വീഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അതിനേക്കാൾ എത്രയോ ഭയാനകമാണ്, എത്രയേക്കാൾ രൂക്ഷമാണ് ഈ തീവ്രവാദി ആക്രമണം. അപ്പോൾ ചെങ്കോട്ടയിലെ ആക്രമണമാണെങ്കിലും ശരിയാണ്, പഹൽഗാമിലെ ആക്രമണമാണെങ്കിലും ശരിയാണ്, 11/9 ആക്രമണമാണെങ്കിലും ശരിയാണ്, നമ്മുടെ അജ്മൽ കസബ് സംഘവും ബോംബെയിൽ നടത്തിയ ആക്രമണമാണെങ്കിലും ശരിയാണ്, അഹമ്മദാബാദ് ബോംബ് സ്ഫോടനമാണെങ്കിൽ നമുക്ക് പറയാം പോലീസിൻ്റെ ഭാഗത്ത് ജാഗ്രത ഉണ്ടായില്ല, അതുകൊണ്ട് ഇവർക്ക് RDX വയ്ക്കാൻ പറ്റി. പോലീസിൻ്റെ ജാഗ്രത കുറവാണോ RDX വെച്ചാണോ കൂടുതൽ ദോഷം? പക്ഷേ ഇവർ പറയും അയ്യോ സെക്യൂരിറ്റി ലാപ്സ്. പിന്നെ രണ്ടാമതൊരു തിയറി കൂടിയുണ്ട്. ഇത് RSSകാർ തന്നെ പ്ലാൻ ചെയ്ത് ചെയ്യിച്ചാണ്. ഇതിൻ്റെ പുറകിൽ ഭരണാനുകൂല ശക്തികളാണ്, നരേന്ദ്രമോദിയും സംഘവും ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതാണ് എന്നുള്ളതാണ്. ഇങ്ങനെ പല വിധത്തിലുള്ള തിയറികൾ ഇതിനകത്ത് സാധ്യമാണ്. ഏതായാലും ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റ്സ് നോക്കിയാൽ മനസ്സിലാവും. ആ കമൻറ്റ് ഇപ്പോൾ ഈ വീഡിയോയുടെ അടിയിൽ തന്നെ വരുന്ന കമൻറ്റുകൾ നിങ്ങൾ വായിച്ചു വയ്ക്കും. അപ്പോൾ എങ്ങനെയായിരിക്കും ഇത് ഒരു വിഭാഗം ആളുകൾ ഇതിനെ പ്രൊജക്റ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു. ഈ ചെറുപ്പക്കാരൻ വളരെ ആവേശഭരിതനാകുന്നു. പുള്ളി ഉടനെ തന്നെ ഈ മരിച്ചുപോയ ആളുടെ മകളുടെ, ഈ എടപ്പള്ളിക്കാരനായ രാമേന്ദ്രൻ മരിച്ചുപോയി ഈ ആക്രമണത്തിൽ. അദ്ദേഹത്തിൻ്റെ മകളുടെ ഒരു വീഡിയോയ്ക്ക് അടിയിൽ വന്ന് ഇവൻ നടത്തിയ ചില പരാമർശങ്ങളാണ് ഇപ്പോൾ പുള്ളിയെ കുഴപ്പത്തിലാക്കിയിട്ടുള്ളത്. പുള്ളി ഇതിൻ്റെ അടിയിൽ വന്നിട്ട് പറഞ്ഞു ഈ കാഫർ മരിച്ചുപോയത് നന്നായി, ഈ ഞങ്ങളുടെ സഹോദരന്മാർ കാശ്മീരിനെ മോചിപ്പിക്കും, കാശ്മീരിനെ ഞങ്ങൾ വീണ്ടെടുക്കും, ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലുള്ള മുസ്ലിം സഹോദരന്മാരെ മാത്രം രക്ഷിക്കും, അവരെ ബാക്കിയുള്ളവരെയൊക്കെ ഞങ്ങൾ ശരിപ്പെടുത്തും എന്നാണ്. സത്യത്തിൽ പുള്ളി മതസ്പർദ്ധ പരത്തി എന്നാണ് മനോരമയിലടക്കം വാർത്ത വന്നത്. സത്യത്തിൽ അങ്ങനെയല്ല, മതസ്പർദ്ധയൊക്കെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. ഇത് വെച്ച് താരതമ്യം ഈ ചെറുപ്പക്കാരൻ പറഞ്ഞ് കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തണം എന്നാണ്. ഞങ്ങൾ വേർപെടുത്തും, ഞങ്ങൾ മീൻസ് പാകിസ്ഥാൻ. താലിബാനെ പിന്തുണച്ചതിന് UAPA ചുമത്തിയെന്നാണ് ചില മാധ്യമങ്ങളിൽ. താലിബാനെ അല്ല പുള്ളി പുകഴ്ത്തിയത്. താലിബാനെ പുകഴ്ത്തുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല, അൽ ഖ്വയ്ദ വേണമെങ്കിൽ പുകഴ്ത്താം. ഇദ്ദേഹം പുകഴ്ത്തിയത് പാകിസ്ഥാനെയാണ്. പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞുകയറ്റക്കാരെയാണ്. ഇന്ത്യയുടെ അതിർത്തി ലംഘിച്ച് പഹൽഗാമിൽ വന്ന് ടൂറിസ്റ്റുകളെ മതം തിരിച്ചറിഞ്ഞ് വെടിവെച്ച് വന്ന ആളുകളെ, തീവ്രവാദത്തെയാണ് പ്രോത്സാഹിപ്പിച്ചത്, താലിബാനെ അല്ല. അതിലുപരി പാകിസ്ഥാൻ്റെ അക്രമത്തെ പ്രോത്സാഹിപ്പിച്ചു എന്ന് മാത്രമല്ല, കാശ്മീരിനെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് നമ്മുടെ സർക്കാർ എപ്പോഴും പറയുന്നത്. പാകിസ്ഥാനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തി പുള്ളി സംരക്ഷിക്കും. ഇവിടെയുള്ള കാഫറുകളെ കാച്ചിക്കളെ നിസാരമാണ്. പക്ഷേ ആഗ്രഹം ചെറിയ ആഗ്രഹമാണ്, ചെറിയ ചെറിയ ആഗ്രഹങ്ങളുള്ളൂ. അയാൾ ചെറുപ്പക്കാരനാണുള്ളൂ. 25 വയസ്സുള്ളൂ പുള്ളിക്ക്. പോസ്റ്റ് ഇപ്പോൾ 26 വയസ്സുള്ളൂ. അന്ന് സൗദി അറേബ്യയിലാണ് ഇരിക്കുന്നത്. അവിടേക്ക് ഇന്ത്യയിലെ പോലീസ് എത്തില്ല എന്നുള്ള ധൈര്യത്തിലാണ് മൂപ്പിലായി പണി ചെയ്തത്. ചെറുപ്രായമല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. ദിവസവും മാധ്യമവും പത്രം വായിക്കുന്നവർക്ക്, ഈ മീഡിയ വൺ ചാനൽ കാണുന്നവർക്ക് ഇങ്ങനെ പല തെറ്റിദ്ധാരണകളുണ്ടാവും. അത് കുഴപ്പമില്ല. പിന്നെ സൗദി അറേബ്യയിൽ സ്ഥിരതാമസം വയ്ക്കാൻ മതി, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു പാസ്പോർട്ട് സംഘടിപ്പിച്ച് പാകിസ്ഥാനിലേക്ക് പോയാലും മതി. ഇതുപോലുള്ള കലാപരിപാടിയിൽ പങ്കെടുക്കാൻ കൂടി അവസരം കിട്ടും. അവർക്ക് നല്ല പ്രോത്സാഹനം കിട്ടും, അത്യാവശ്യം തുട്ടും കിട്ടും. പക്ഷേ അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴാണ് കുഴപ്പം. ഇത് വന്നാലും കുഴപ്പമില്ലായിരുന്നു. മൻമോഹൻ സിംഗാണ് പ്രധാനമന്ത്രിക്ക് കുഴപ്പമില്ല, ചിദംബരമാണ് ആഭ്യന്തരമന്ത്രിക്കും വലിയ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നരേന്ദ്രമോദിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി, അമിത്ഷായാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. അപ്പോൾ UAPA എന്നൊക്കെ പറഞ്ഞ സാധനം പുറകെ വരും. ഇവിടെ നമ്മുടെ ഈ റൌഫും മറ്റുമൊക്കെ മുദ്രാവാക്യം വിളിച്ച് നടന്നല്ലേ, പിന്നെ എത്ര നാൾ ഗോതമ്പുണ്ട കഴിച്ചു. അപ്പോൾ ഈ സനൂഷ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനോട് എനിക്ക് സത്യത്തിൽ സാധാരണമുണ്ട്. പുള്ളിക്കൊരു അബദ്ധം പറ്റിയതാണ്. കരിപ്പൂർക്ക് വന്നേക്ക് വരെ റാവൽപിണ്ടിക്ക് പോയാൽ മതിയായിരുന്നു. ഞാൻ അതേ പാകിസ്ഥാനെ പിന്തുണച്ച് പോസ്റ്റ് ഇട്ട ആളാണ്. ഇന്ത്യ രാജ്യത്ത് കാഫറുകൾ എനിക്കെതിരായിട്ട് കുറ്റം ചുമത്തിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ പോകാൻ നിർത്തിയില്ല. ഇവിടുത്തെ ഒരു പാകിസ്ഥാൻ പൗരത്വം തന്നാൽ മതി. ഇവിടുന്ന് ഒരു പെണ്ണ് കെട്ടിച്ച് തന്നാൽ ഞാൻ വളരെ സന്തുഷ്ടനായിരിക്കും. ഇനിയുള്ള കാലം ഞാൻ പാകിസ്ഥാന് വേണ്ടി, കാശ്മീരിന് വേണ്ടി പോരാടി മരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ അതും പറ്റാത്ത അവസ്ഥയിൽ പോയി. അപ്പോൾ അങ്ങനെ വഴിതെറ്റി കരിപ്പൂരിൽ വന്നിറങ്ങിയ ഈ ചെറുപ്പക്കാരനെ പോലീസ് പിടിച്ചു. അത് കഴിഞ്ഞ ദിവസം തന്നെ ഈ മീഡിയ വൺ ചാനലിലൊരു വാർത്ത ഉണ്ടായിരുന്നു. ഈ ഭരണം മാറിയെങ്കിലും പോലീസ് മാറിയില്ല. പോലീസ് ഇപ്പോഴും സംഘി പോലീസാണ്. ചെന്നിത്തലയുടെ ഓപ്പറേഷൻ തൂഫാൻ കൊണ്ടൊന്നും ഫലമില്ല. ഇവിടെ മുസ്ലിമീങ്ങളടക്കമുള്ള ന്യൂനപക്ഷ സമുദായക്കാർക്ക് പോലീസിലുള്ള വിശ്വാസം വീണ്ടെടുക്കണം എന്നാണ് പറഞ്ഞത്. ചെന്നിത്തല ഈ മീഡിയ വൺ ചാനൽ കാണുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ വന്ന വഴി അവനെ അറസ്റ്റ് ചെയ്തെന്നുള്ള മാത്രമല്ല, റിമാൻഡ് ചെയ്തെന്നുള്ളതല്ല, UAPA ചുമത്തി എന്നുള്ളതാണ്. ഒരിക്കൽ UAPA ചുമത്തിയാൽ പിന്നെ അത് പിൻവലിക്കാൻ അത്ര എളുപ്പമല്ല. ഇനി സതീശൻ വിചാരിച്ചാലോ, അല്ലെങ്കിൽ ചെന്നിത്തല വിചാരിച്ചാലോ, അല്ലെങ്കിൽ സണ്ണി ജോസഫ് വിചാരിച്ചാലോ, രാഹുൽ ഗാന്ധി വിചാരിച്ചാലോ ഈ UAPA അങ്ങനെ പിൻവലിക്കാൻ പറ്റുകയില്ല. അവൻ്റെ കാര്യം കട്ടപ്പുകയായി.
മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് ഇതിലെ പ്രശ്നം. അപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതുപോലത്തെ കാച്ചികൾ കാച്ചുന്ന ആൾക്കാർ അല്പം കൂടി മിതത്വം പാലിക്കണം. കാരണം മൻമോഹൻ സിംഗ് അല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി, നരേന്ദ്രമോദിയാണ്. ഇവിടെ ഫാസിസ്റ്റ് ഭരണമാണ്. ജനാധിപത്യ അവകാശങ്ങളും നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ അല്പം ഒന്ന് പരിമിതപ്പെടുത്തുന്നതാണ് എല്ലാവർക്കും നല്ലത്. അല്ലെങ്കിൽ ഇതുപോലെ ഊപ്പ ചുമത്തപ്പെടും. ഏറ്റവും കൂടി കഴിഞ്ഞാൽ മീഡിയ വണ്ടിയിൽ ഒരടുപ്പ് കൂട്ടി ചർച്ച നടക്കുക, അതിനപ്പുറത്ത് ഒരു ചുക്ക് നടക്കില്ല. കാരണം രമേശ് ചെന്നിത്തല അല്ല ഇന്ത്യ ഭരിക്കുന്നത്. അതേ ഇവിടെ കേരളത്തിലെ ഒരു 28 സംസ്ഥാനങ്ങളിലെ ഒരു ചെറിയ സംസ്ഥാനത്തെ ഒരു ചെറിയ ആഭ്യന്തരമന്ത്രി മാത്രമാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് വി ഡി സതീശൻ പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം പറയില്ല. പണ്ട് പുള്ളി പ്രതിപക്ഷ നേതാവാണ്, ഇപ്പോൾ കേരള മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ കസേരയിലിരിക്കുമ്പോൾ കേന്ദ്രത്തെ വെറുപ്പിക്കാൻ പറ്റുകയില്ല. വെറുപ്പിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഫേസ്ബുക്ക് വഴിക്ക് ജിഹാദ് നടത്തുന്ന ആളുകൾ അല്പം കൂടി ശ്രദ്ധിക്കണം, അല്പം കൂടി സംയമനം പാലിക്കണം, അല്പം കൂടി മിതത്വം പാലിക്കണം. നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം വീട്ടിലൊരു കടലാസിൽ എവിടെയെങ്കിലും എഴുതി രഹസ്യമായിട്ട് സൂക്ഷിക്കുക. അതിന് ഈ സർക്കാർ മാറിയതിന് ശേഷം, കേരള സർക്കാരല്ല കേട്ടോ, കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്കും അല്ലെങ്കിൽ നമ്മുടെ വേണുഗോപാൽ ആഭ്യന്തരമന്ത്രിക്ക് ആയതിനു ശേഷം ഇത് പ്രസിദ്ധീകരിക്കാം. അപ്പോൾ നല്ല കച്ചവടവും ഉണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ നിലയ്ക്ക് ഇത് ആരോഗ്യത്തിന് അത്ര സുഖകരമായിട്ടുള്ളൊരു കാര്യമല്ല.